ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധം 13-ാം അധ്യായം 15-ാമത്തെ ശ്ലോകം മുതൽ വ്യാഖ്യാനിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. മനസ്വിനോ നിർജിത ദിഗ്ഗജേന്ദ്ര മമേതി സർവേ ഭുവി ബദ്ധവൈരാഹ മൃതേ ശൈരന്നതു തദ്വ്രജന്തി യന്യസ്തദണ്ഡോ ഗതവൈരോഭിയാതി. യന്യസ്തദണ്ഡോ മനസ്വിനോ നിർജിത ദിഗ്ഗജേന്ദ്ര മമേതി സർവേ ഭുവി ബദ്ധവൈര മൃതേ ശൈരന്നതു ശൈരൻ നതു ശൈരൻ നതു തദ്വ്രജന്തി യന്യസ്തദണ്ഡോ ഗതവൈരോഭിയാതി. നിർജിത ദിഗ്ഗജേന്ദ്ര, ഗജങ്ങളോട് കൂടിയ, ജയിക്കപ്പെട്ട ഗജങ്ങളോട് കൂടിയവരും, അതുങ്ങൾ സർവ ദിക്കുകളെയും ജയിച്ചവരായ ധീരന്മാർ എന്ന് ഉള്ളൊരു അർത്ഥത്തിലത് പറയാം. എല്ലാ ജയിക്കപ്പെട്ട ഗജങ്ങളോട് കൂടിയവരും ഭൂമിയിൽ എന്താ ചെയ്യുന്നത്? മമ ഇതി, എൻ്റേതെന്ന്, ബദ്ധവൈര, ഉറപ്പിച്ചിരിക്കുന്ന വൈരത്തോടു കൂടിയവരുമായ മനസ്വിനഹ, ആൾക്കാർ, മൃതേ, യുദ്ധത്തിൽ, ശൈരൻ, ശയിക്കും, ആ യുദ്ധത്തിൽ മൃതേ ശയിക്കും, ശൈരൻ ശയിക്കും, ഗതവൈര, വൈരമില്ലാത്ത, ന്യസ്തദണ്ഡ, ദണ്ഡം കൊണ്ട് ഒട്ടും ദണ്ഡം ചെയ്യാത്തവരായ, ആ ഹിംസാബുദ്ധിയെ തീരെ വിട്ടിരിക്കുന്ന, ഒട്ടും തന്നെ ദണ്ഡമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദ്രവിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ, ഹിംസിക്കുക എന്നുള്ള അർത്ഥത്തിൽ, എന്ന് ചെയ്യാതിരിക്കുന്ന സന്യാസികൾ യാതൊരു പദവിയെ പ്രാപിക്കുന്നു, ആ സ്ഥാനം ഇവർക്ക് ലഭിക്കുന്നതേയില്ല. അതായത് വളരെ എല്ലാ ദിക്കുകളെയും നമ്മൾ പറയാറില്ലേ, രാജാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം സർവ്വ ദിക്കുകളെയും ജയിച്ചു വന്ന എന്നൊക്കെ, ആ ജയിച്ചവരായ ധീരന്മാരെ, ഈ ഭൂമി എൻ്റേത്, ഞാൻ ഇതിൻ്റെ അധിപനാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റേതെന്ന് ബലമായിട്ട് വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വൈരികളായി തീർന്ന, ആ രാജ്യത്തിൻ്റെ രാജാവും ഈ രാജ്യത്തിൻ്റെ ഉടമയും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബദ്ധവൈരികളായി തീർന്ന് യുദ്ധം ചെയ്ത് എന്ത് ചെയ്യുന്നു? ദേഹത്യാഗം സംഭവിക്കുന്നു. ഈ മത്സരാദി ദോഷങ്ങളെയും അതുപോലെ തന്നെ ന്യസ്തദണ്ഡ, ഒട്ടും എല്ലാത്തിനെയും വിട്ടിരിക്കുന്ന, ഹിംസാബുദ്ധിയെ പൂർണ്ണമായിട്ട് വിട്ടിരിക്കുന്ന ഈ സന്യാസികൾ ഈ പറയുന്ന പദവികളെ ഒന്നും പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥാനം ഇവർക്ക് ലഭിക്കുന്നതേയില്ല. അപ്പോൾ ഇവർക്ക് ഒരിക്കലും ഒരു രാജാവിൻ്റെ സ്ഥാനം ലഭിക്കുന്നില്ല. പക്ഷേ സന്യാസിക്ക് കിട്ടുന്നില്ലെങ്കിലും അദ്ദേഹം, ആ സന്യാസിയോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ആൾ പരമ സുഖിയുമായിരിക്കും. മറ്റേ ആൾ വൈരത്തോടു കൂടി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും അയൽ രാജ്യക്കാരെ കാണുകയും ഒക്കെ ചെയ്യുന്നു. അടവി പറഞ്ഞ കേട്ടോ, ഈ സംസാര ലോകത്തിനെ ഒരു കാടായിട്ട് കരുതി പറഞ്ഞതിൻ്റെ ഭാഗങ്ങളായതല്ല. 16 പ്രസജ്ജതി ക്വാപി, അത് വാക്കുകൾ കിട്ടണോ? മനസ്വിനോ നിർജിത ദിഗ്ഗജേന്ദ്ര മമേതി, മമ ഇതി സർവേ ഭുവി ബദ്ധവൈരാഹ മൃതേ ശൈരൻ ന തു തദ്വ്രജന്തി യന്യസ്തദണ്ഡോ യത് ന്യസ്തദണ്ഡോ ഗതവൈരോഭിയാതി. യാതൊന്നിനെ പ്രാപിക്കുന്നത്, യാതൊന്നിനെ പ്രാപിക്കുന്നുവോ, തത് നതു വ്രജന്തി, അതിനെ പ്രാപിക്കുന്നില്ല. പിന്നെ 16 പ്രസജ്ജതി ക്വാപി ലതാഭുജാശ്രയ, പിന്നെ വെട്ടിയിട്ട് തദാശ്രയാവ്യക്ത പദദ്വിജസ്പൃഹ ക്വചിത് കഥാചിത് ഹരിചക്രതസ്ത്രസൻ സഖ്യം വിധത്തെ ബക കങ്കഗൃധ്രൈഃ. ലതാഭുജാശ്രയ പ്രസജ്ജതി, ആസക്തനാകുന്നു. ഈ ലതാഭുജാശ്രയ, വല്ലികൾ
വള്ളികളുടെ ശാഖകളെ ആശ്രയിച്ചവനും തഥാ ആശ്രയാവ്യക്ത പദദ്വിജസ്പൃഹ അവയെ ആശ്രയിക്കുന്നവയും അതുപോലെ തന്നെ അവ്യക്തമായി പറയുന്നവയുമായ പക്ഷികളിൽ താല്പര്യമുള്ളവനായിട്ട് പ്രസജ്ജതി ആസക്തനാകുന്നു. ഹരിചക്രത, ഹരി എന്ന് പറഞ്ഞാൽ ഇവിടെ സിംഹം ഇടുക, ഹരിചക്രത ഹരിയുടെ ആ കൂട്ടത്തിൽ നിന്ന് ത്രസൻ ഭയപ്പെടുന്നവനായിട്ട് ബക കങ്ക ഗൃധ്രൈ ബകം കങ്കം ഗൃധ്രം എന്നിവയോട്. അതിൻ്റെ ബകം എന്ന് പറഞ്ഞാൽ കൊറ്റി, നമ്മൾ പറയാറില്ലേ ഈ ബകത്തിനെ പോലെ ഇരിക്കണമെന്ന് പറയും വിദ്യാർത്ഥി എന്ന് വെച്ചാൽ ഇങ്ങനെ വളരെ അനങ്ങാതെ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കുന്ന കൊറ്റി, കങ്ക കഴുകൻ, ഗൃധ്രം കഴുകൻ മുതലായ പക്ഷികളുടെ സംഘത്തിൽ ചെന്ന് ചേരും. അതിൻ്റെ ഇടയ്ക്ക് ചെന്ന് കയറും. പക്ഷികളെ പിടിപ്പാൻ ഈ അതിലിരുന്ന് ഈ വല്ലികളെയൊക്കെ ശാഖകളിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ആ വള്ളിക്കുടലുകളിലിരിക്കുന്ന പക്ഷികൾ കൂജനം ചെയ്യും. ചെയ്യുന്ന പക്ഷികളെ അതിനെ പിടിക്കാനായിട്ട് ആഗ്രഹിച്ച് ചെല്ലും. അപ്പോൾ എന്തു പറയും, ആ ചില ദിക്കിൽ അങ്ങനെ ചെല്ലുന്നതായിട്ടുള്ള വല്ലികളുള്ള ചില സ്ഥലങ്ങളിൽ സിംഹത്തിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഭയപ്പെട്ട് ഈ പക്ഷികൾ മുതലായ ഈ സംഘത്തിൽ ചെന്ന് ചേരും. നമ്മൾ ചിലപ്പോൾ വല്ലികൾ വളരെ മൃദുലങ്ങളായ കൈകളോട് കൂടിയ സ്ത്രീകളിൽ ആസക്തനായി ഭവിക്കും. അവരിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾ പക്ഷികളെപ്പോലെ അവ്യക്തമായി സംസാരിച്ചു തുടങ്ങും. ആ കുട്ടികളിലോ അങ്ങനെ സംസാരിച്ചു തുടങ്ങുന്ന കുട്ടികളോട് നമുക്കൊരു പ്രത്യേക വാത്സല്യമാണ്. അങ്ങനെ ആ സമയങ്ങൾ കുറേ കഴിക്കും. പിന്നെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഭയമുണ്ടാകും. കുറേ കഴിയുമ്പോൾ ഈ കുട്ടികളായിരുന്നപ്പോൾ അത് കേട്ട് നമ്മൾ സന്തോഷിച്ചു, പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും. അതിൽ നിന്ന് രക്ഷ കിട്ടുവാനായി കാക്ക, കൊറ്റി, കഴു എന്നിവയെപ്പോലെ വഞ്ചകന്മാരായ ചില ഈ നിരീശ്വരവാദികളുടെ ഉപദേശാദികളിൽ കേൾപ്പാനായി ആ സംഘത്തിൽ ചെന്ന് ചേരും. അതാണ് ഈ സിംഹത്തിൻ്റെ സംഘത്തിൽ ചെന്ന് ചേരുമെന്ന് പറഞ്ഞത്. കങ്കം കാക്കയ കേട്ടോ, ബകം കൊറ്റി, ഗൃധ്രം കഴുകൻ. അതായത് ഗരുഡൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ജടായുവൊക്കെ വർക്കത്തിൽപ്പെട്ട ഗൃധ്രരാജൻ നമ്മൾ രാമായണത്തിൽ എന്നും വായിക്കുന്നതല്ലേ. അത് എല്ലാം കിട്ടിയല്ലോ. ഇനി 17 തൈർവഞ്ചിതോ ഹംസകുലം സമാവിശൻ നരോചയൻ ശീലമുപൈതി വാനരാൻ തജ്ജാതിരാസേന രാസം തന്നെ അത് കേട്ടോ. തജ്ജാതി രാസേന കളിയാൽ സുനിർവൃതേന്ദ്രിയ പരസ്പരോദ് വീക്ഷണ വിസ്മൃതാവധി. തൈഹി വഞ്ചിതോ അവരാൽ വഞ്ചിക്കപ്പെട്ടവനായിട്ട് ഹംസകുലം ഹംസത്തിൻ്റെ സംഘത്തെ സമാവിശൻ പ്രവേശിച്ചവനും ശീലം അരോചയൻ അവരുടെ സ്വഭാവം അത്ര ഇഷ്ടപ്പെടാത്തവനുമായ സമാവിശൻ അരോചയൻ കേട്ടോ. അത് അങ്ങനെയാക്കണേ, സമാവിശൻ എന്നാക്കുക. എന്നിട്ട് പിന്നെ ഇന്നാ വെട്ടിയിട്ട് അരോചയൻ എന്നാക്കുക. അതെനിക്ക് സംശയമുണ്ടായിരുന്നു കേട്ടോ. സമാവിശൻ അരോചയൻ ശീലമുപൈതി വാനരാൻ അവരുടെ സ്വഭാവത്തെ ഇഷ്ടപ്പെടാത്തവനായിട്ട് വാനരൻ കുരങ്ങന്മാരെ ഉപൈതി പ്രാപിക്കുന്നു, അവരുടെ അടുത്ത് ചെല്ലുന്നു. അവർക്കെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുക, ഉറപ്പായിട്ട് അവരുടെ അടുത്ത് നിൽക്കുന്ന സ്വഭാവമില്ല. തജ്ജാതിരാസേന ആ ജാതിയുടെ കളികളാൽ, രാസേന എന്ന് തന്നെയാണ്, അതായത് കളികളാൽ എന്നാണ്. തജ്ജാതി ആ ജാതി അതായത് കുരങ്ങന്മാരുടെ ചാബല്യം ആയിട്ടുള്ള കളികളാൽ സുനിർവൃതേന്ദ്രിയ ഏറ്റവും ആനന്ദിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട് പരസ്പരോദ്വീക്ഷണ വിസ്മൃതാവധി അന്യോന്യം നോക്കി രസിച്ചിട്ട് മറന്നിരിക്കുന്നവനായിട്ട് തീരുന്നു. ഈ കാലചക്രത്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഗൃധ്രാദികളെ സേവിച്ചാലും അവരിൽ നിന്ന് രക്ഷ കിട്ടുകയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ ഹംസസംഘത്തെ ആശ്രയിക്കുന്നു. അവരുടെ സ്വഭാവം ഇഷ്ടമാകാതെ വരുന്നതിനാൽ വാനരങ്ങളെ ആശ്രയിക്കുന്നു. ഇങ്ങനെ ഓരോന്നിനെ വിട്ട്
ഓരോരുത്തരുടെ സ്വഭാവമായ കളികളിൽ ഇന്ദ്രിയ പ്രീതി ഉണ്ടാകുകയും ഓരോ സമയത്ത് ഓരോന്നിൻ്റെ ഇഷ്ടം കൊണ്ട് ഓരോ ഇഷ്ടങ്ങൾ മാറി മാറി വരും. അന്യോന്യം നോക്കി രസിച്ചുകൊണ്ട് മതിമറന്നിരിക്കുക സിംഹം വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അപ്പോഴാണ് അത് പിടിക്കുമെന്നുള്ള വിചാരം ഒട്ടുമില്ല. സിംഹം അവിടെ ഉണ്ടെന്ന് അറിയാം, പക്ഷേ പിടിക്കുമെന്ന് ഒരിക്കലും ഓർക്കുന്നില്ല. നമ്മൾ സിംഹം എന്ന് പറയുന്നത് ഇവിടെ മരണത്തെയാണ്. അതിവിടെ ഇരിപ്പുണ്ട്. നമ്മളതിനെ ഓരോ സമയത്ത് നമ്മൾ ഓരോന്നിൽ ചെന്നുപെട്ട് ഉഴന്ന് വിവാഹ ജീവിതത്തിൽ ആദ്യം കടന്നു. അത് കഴിഞ്ഞ് കുട്ടികളുണ്ടായി, അവരുടെ കളിച്ചിരികളും എല്ലാം കണ്ട് അങ്ങനെ സന്തോഷിച്ച് അത് കഴിഞ്ഞ് അതിൻ്റെ അവസ്ഥാഭേദങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. ദിവസങ്ങൾ കഴിയുന്ന ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ ഇതൊന്നും സംഭവിക്കുന്നത്. കാലചക്രമാണ്. ആ ചക്രം കറങ്ങുന്നത് എങ്ങനെയാണ്? പെട്ടെന്നാണോ? അല്ല, പതുക്കെയാണ് പോകുന്നത്. അപ്പം നമുക്കിത് കൃത്യമായിട്ട് ഇന്ന ദിവസം നമ്മൾ പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ നിന്നിട്ട് ഞാൻ വൃദ്ധയായി എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കാലം കൊണ്ടാണ് വൃദ്ധയാകുന്നത്. ഉണ്ടായ ഒരു കുട്ടിയെ എന്നും പരിപാലിക്കുന്ന അമ്മയ്ക്കത് മനസ്സിലാകും. കൂട്ടത്തിൽ എപ്പോഴും ഉള്ള ആളിന് മനസ്സിലാകും. ഉണ്ടായപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ആ കുട്ടി എന്നാ വലുതായെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല നമുക്ക്. എന്നാ വലുതായെന്ന് കുറേശ്ശെ വലുതാകുന്നു. ചിലപ്പോൾ നമ്മൾ പറയും ഒട്ടും അങ്ങോട്ട് പുഷ്ടി പ്രാപിക്കുന്നില്ല. എന്താ പുഷ്ടി പ്രാപിക്കുന്നില്ലേ? ചിലപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പറയാം ഇപ്പോൾ അവന് ഇത്തിരി വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, ഇത്തിരി കൗമാരപ്രായമൊക്കെ ആയി എന്ന് പറയും. അതല്ലാതെ ഒരു വലിയ വ്യത്യാസം നമുക്കൊരു ദിവസം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് കുറേശ്ശെ വരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്നില്ല, ഈ കാലം പോകുന്നു. ഈ കുട്ടികൾ വളരുന്നതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് അടുത്തോണ്ടിരിക്കുക. സിംഹത്തിൻ്റെ അടുത്തോട്ട്, മരണം എന്ന സിംഹം അത് നമ്മളെ പിടികൂടാൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേയില്ല. സിംഹം അടുത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. അത്രയേ ഉള്ളൂ, അത് പറഞ്ഞാൽ മതി. 18 ദ്രുമേഷുരംസ്യനുസുതദാരവത്സലോ വ്യവായദീനോ വിവശസ്വബന്ധനെ. അയ്യോ, അത് മുകളിലത്തെ ഒന്നുകൂടെ. രസേന സുനിർവൃതേന്ദ്രിയ പരസ്പരോദ് വീക്ഷണ വിസ്മൃതാവധികി. അതൊന്നും എഴുതാനില്ല. പരസ്പരോദ് വീക്ഷണ എന്ന് വായിക്കണമെന്നേ ഉള്ളൂ. ദ്വീക്ഷണ എന്ന് വായിക്കാതെ പരസ്പരോദ് വീക്ഷണ വായിച്ചോളുക. ഇനി 18 ദ്രുമേഷുരംസ്യൻ സുത ദാരവത്സലോ വ്യവായദീനോ വിവശസ്വബന്ധനെ ക്വചിത് പ്രമാദാത് ഗിരികന്ധരേ പതൻ വല്ലീം ഗൃഹീത്വാ ഗജഭീത ആസ്ഥിതഃ. ഇത് ഭവാടവിയാണ്. ഈ ലോകത്തെ ഒരു കാടായിട്ട് കണ്ടിട്ട് നമ്മളുടെ സംസാര ജീവിതത്തെ ഒരു കാടായിട്ട് കണ്ടിട്ട് വർണ്ണിക്കുന്നു. അപ്പോൾ കാട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ നമ്മൾ തന്നെയാണ് ഈ സംസാരം, നമ്മൾ തന്നെയാണ് ഈ അടവി, നമ്മുടെ ചുറ്റിനുമുള്ളത് അടവിയാണ്, കാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു ഇതൊക്കെ എളുപ്പം മനസ്സിലാകുന്ന ശ്ലോകങ്ങളാണ്. ദ്രുമേഷു രംസ്യൻ സുതദാര വത്സലോ വ്യവായദീനോ വിവശസ്വബന്ധനെ. സുതദാര വത്സല, സുതൻ പുത്രൻ, ദാര ഭാര്യ, താല്പര്യമുള്ളവനും, ദ്രുമേഷു ദ്രുമം വൃക്ഷങ്ങളിൽ, രംസ്യൻ രമിക്കുന്നവനും സന്തോഷിക്കുന്നവനും, വ്യവായദീന അത് പെട്ടെന്ന് പിടികിട്ടാത്തൊരു വാക്ക. അത് സ്ത്രീ വിഷയങ്ങളിൽ ഇണയോടുള്ള ആ ഒരു ആകർഷണം ഉണ്ടാകുന്ന അതിൽ ദുഃഖിതനാകും. സ്വബന്ധനെ തൻ്റെ ബന്ധനത്തിൽ വിവശനായിട്ട് എന്താ ക്വചിത്ത് ചിലപ്പോൾ. ക്വചിത്ത് എന്നുള്ള വാക്ക് എപ്പോഴും വരുന്നത്, അതെപ്പം ചിലപ്പോൾ നോർത്തോണം കേട്ടോ. ക്വചിത്ത് ചിലപ്പോൾ പ്രമാദാത ഒരു പ്രമാദം പിടിച്ച പോലെ, ശരിയായ ബുദ്ധി ഇല്ലാത്തതുപോലെ. അതുപോലെ ഗിരികന്ധരെ പർവ്വതം ഗന്ധരം ഗുഹ, പർവ്വതത്തിനകത്തുള്ള ഗുഹയിൽ പതൻ ചാടിയവനും, ഗജ എന്ന് പറഞ്ഞാൽ ആനകളിൽ നിന്ന് പേടിയുള്ള ഭയമുള്ളവനായിട്ടും, വല്ലിയും ഈ ചെടികളുടെ വള്ളിയെ ഗൃഹീത്വം ആശ്രയിച്ചിട്ട് ആസ്ഥിത അങ്ങനെ താമസിക്കുന്നു. ഈ മരങ്ങളുടെ മൂലങ്ങളിൽ പുത്രന്മാരിലും ഭാര്യയിലും താല്പര്യത്തോടു കൂടി രമിക്കുകയും സംഭോഗസുഖത്തിൽ ആഗ്രഹിക്കുക നിമിത്തം വന്നു ചേരുന്ന ബന്ധനത്തിൽ നിന്ന് ചിലപ്പോൾ മനസ്സ് ഇരുത്താതെ സഞ്ചരിക്കുക നിമിത്തം പർവ്വതത്തിൻ്റെ ഗുഹയിൽ ചെന്ന് ചേരുകയും, അതുപോലെ കാട്ടാനകളിൽ നിന്ന് ഭയപ്പെട്ട് രക്ഷയ്ക്കായിക്കൊണ്ട് ഈ ലതകളെ ആശ്രയിക്കുകയും ചെയ്യുന്നു. അതാ പറഞ്ഞു വന്നത്. ചുരുക്കം ഇത്രയാണെന്ന് ഞാൻ പറയാം. അതെനിക്ക് മനസ്സിലായതുപോലെ ഞാൻ പറയുന്നത്. ഈ മരത്തിൻ്റെ തണലിൽ ഇരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാധാരണ നമ്മുടെ ജീവിത സുഖങ്ങളെ
ഗൃഹത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയാണ് നമ്മൾ ഈ ഗൃഹത്തിൽ വസിക്കുന്നു, അവിടെ നമ്മൾ ആ സുഖമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അല്ലേ? ആ ഗൃഹത്തിൽ സുഖമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒരു മരച്ചോട്ടിലിരിക്കുന്നത് പോലെയുള്ളത്, അത് എപ്പം വേണേലും അത് ഇല്ലാതാകാം അല്ലേ? മരത്തിൻ്റെ ഇല പൊഴിഞ്ഞു പോയാൽ ആ മരച്ചോട്ടിലിരിക്കുന്ന സുഖം അങ്ങ് പോകും അല്ലേ? ആ മരത്തിനൊരു കേട് വന്നതോ ഒടിഞ്ഞു വീണാലും ആ സുഖം അങ്ങ് പോകും എന്ന് പറഞ്ഞ പോലെ, അതുപോലെ പുത്രന്മാരിലും ഭാര്യയിലുമൊക്കെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടും, ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടുന്നു. ഒരു പുരുഷനെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ മനസ്സിരുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് രോഗാദികളിൽ അകപ്പെടുകയും ആനയെപ്പോലെ ബലവാൻ ബന്ധനത്തിൽ പരവശനാകും. എന്നിട്ട് പ്രമാദാത് ശ്രദ്ധക്കുറവ് കൊണ്ട് എങ്ങനെയാകും? നമ്മൾ നമ്മളുടെ ശരീരത്തിൻ്റെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് രോഗാദികൾ വന്നുപെടുകയും ആനയെപ്പോലെ ബലവാനായ ആരിൽ നിന്ന് മരണത്തെ ഭയപ്പെടുകയും ആ പ്രാരബ്ധത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് വലിയ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞു? അതെന്താ? പ്രാരബ്ധമാണ്. അതിനെ നമ്മൾ ആശ്രയിക്കുക. പിന്നെ നമ്മുടെ തന്നെ ദുരിതത്തിന് നമ്മൾ പിന്നെ അവിടെ തന്നെ ആശ്രയിച്ചിരിക്കുക. അവിടെ നമുക്ക് രക്ഷയൊന്നുമില്ല. ഏതായാലും അവിടുന്ന് പോകേണ്ടി വരും. പക്ഷേ എന്നാലും നമ്മൾ അവിടെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അതകഥഞ്ചിത് സവിമുക്ത ആപദഃ പുനശ്ച സാർത്ഥം പ്രവിശത്യരിന്ദമ അധ്വന്യമുഷ്മിൻ അജയാ നിവേശിതോ ഭ്രമഞ്ജനോദ്യാപി ന വേദ കശ്ചന. കഥഞ്ചിത് വളരെ ബുദ്ധിമുട്ടി, അത് ആപദഃ ഈ ആപത്തിൽ നിന്ന് വിമുക്ത വിമോചിച്ച് വന്ന അവൻ പുനഃച്ച പിന്നെയും സാർത്ഥം പ്രവിശതി മുമ്പേ പറഞ്ഞല്ലേ സാർത്ഥം, ആ സംഘത്തിൽ പ്രവേശിക്കുന്നു. അമുഷ്മിൻ അധ്വനി ഈ മാർഗത്തിൽ ഈ വഴിയിൽ അജയ മായ കൊണ്ട് അജയ എന്ന് വായിച്ചോണേ. അധ്വന്യമുഷ്മിൻ അജയ, അജയ അല്ല, അധ്വന്യമുഷ്മിൻ അജയ. ആ ഇന്നായുടെ അവിടെ മുകളിൽ എഴുതി വെക്കുക. അതിനകത്ത് പ്രവേശിച്ചിട്ട് ഭ്രമൻ അങ്ങനെ എന്താ ചെയ്യണമെന്നറിയാതെ കശ്ചന ചുറ്റിത്തിരിയുന്ന ഒരുവനും അധ്യാപി ഇപ്പോഴും പാരം ഹരിയും ഇങ്ങനെ ഇപ്പോഴും എന്താ ചെയ്യുന്നത്? വേദ ആ അപ്പുറത്ത് നിൽക്കുന്നതായ ഭഗവാനെ അറിയുന്നില്ല. തൊട്ടപ്പുറത്ത് ഭഗവാൻ നിൽപ്പുണ്ട്, പക്ഷേ അറിയുന്നില്ല. ഓരോ തരത്തിൽ കഷ്ടപ്പെട്ട് ഓരോ തരത്തിലുള്ള ദുഃഖങ്ങളെല്ലാം അനുഭവിച്ച് കഴിയുന്ന ആ ആപത്തിൽ നിന്ന് മുക്തനായാലും പിന്നെയും ഒരു വിധത്തിൽ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടെന്ന് തോന്നിയതാണ്. പക്ഷേ പിന്നെയും അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുക. പിന്നെ ഈ പ്രവൃത്തി മാർഗത്തിൽ ഈ പ്രവൃത്തികളിൽ ഈ കർമ്മങ്ങളിൽ പിന്നെയും ഏർപ്പെട്ട് പിന്നെയും ദുഃഖം കൂട്ടി വയ്ക്കുക. ഭഗവാന്റെ മായയാണ് ഈ സംസാരാരണ്യത്തിൽ, സംസാര അടവിയിൽ പ്രവൃത്തി മാർഗമാണത്. ആ പ്രവൃത്തി മാർഗം എപ്പോഴും ദുഃഖതരമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. പ്രവേശിക്കപ്പെട്ടവരിൽ ഒരുവൻ പോലും ആ മാർഗത്തിൻ്റെ മറുകരയിരിക്കുന്ന ഭഗവാനെ മനസ്സിലാക്കുന്നില്ല, വാസുദേവനെ മനസ്സിലാക്കുന്നില്ല. ശത്രുക്കളെ നശിപ്പിക്കുന്നതിൽ സമർത്ഥനായുള്ള ആ മായയാകുന്ന അല്ലയോ ശത്രുക്കളെ നശിപ്പിക്കുന്നതിൽ സമർത്ഥനായ ഉള്ള ആളെ മായയാകുന്ന ഈ ശത്രുവിനെ ജയിച്ചാൽ മാത്രമേ അങ്ങ് ശരിയായ ഒരു വീരനാകുകയുള്ളൂ. ആരാ? രഘുഗണനോട് പറയുന്നതാണ്, ജഡഭരതൻ പറയുന്നത്. അതിനായി പരിശ്രമിക്കുക എന്ന് പറഞ്ഞു. 20 രഘുഗണത്വമപി ഹി അധ്വനോസ്യ എന്നാണ് ആ വാക്ക്. അസ്യ അധ്വനോസ്യ ഹി അസ്യ സന്യസ്തദണ്ഡകൃതബോധമൈത്രഃ അസജ്ജിതാത്മാ ഹരിസേവയാശിതം ജ്ഞാനാസിം ആദായ തരാതിപാരം. അല്ലയോ രഘുഗണ ത്വം അപി അങ്ങും ന്യസ്തദണ്ഡ ഈ ദണ്ഡത്തെ ഈ അടിയെ തീരെ ഉപേക്ഷിച്ചവനും കൃതഭൂതമൈത്ര ഈ ജീവികളിലെ മിത്രഭാവത്തെ സ്വീകരിച്ചവനും അസജ്ജിതാത്മാ ആസക്തിയില്ലാത്ത മനസ്സോടു കൂടിയവനായിട്ട് ഹരിയെ സേവിക്കുന്നത് കൊണ്ട് തീക്ഷ്ണമായ ജ്ഞാനാസിം അറിവാകുന്ന ഖഡ്ഗത്തെ വാളിനെ ആദായ അതിനെ എടുത്തിട്ട് അല്ലെ അതിനെ സ്വന്തമാക്കിയിട്ട് അസ്യ അധ്വന ഈ മാർഗത്തിൻ്റെ അക്കര അതിപാരം അക്കരയെ
കടക്കാൻ ശ്രമിച്ചാലും അക്കരെ എത്തിയാലും അതിനെ നമ്മൾ പ്രാപിച്ചാലും, അതുകൊണ്ട് അങ്ങ് പ്രവൃത്തി മാർഗത്തിൽ പ്രവേശിച്ചവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ജീവികളെ ഒന്നും ദ്രോഹിക്കാതെയും എല്ലാ പ്രാണികളിലും സ്നേഹഭാവത്തോടുകൂടിയും മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് വിടർത്തി മാറ്റിയെടുത്തിട്ടും ഭഗവാനെ പൂർണ്ണമായിട്ട് സേവിക്കുന്നത്, അങ്ങനെ സേവിക്കുന്നത് ആത്മജ്ഞാനം ഉണ്ടാക്കാനായിട്ട് കഴിയും. അത് ഖഡ്ഗത്തിൻ്റെ സഹായത്താൽ, അതായത് വാളിൻ്റെ സഹായത്താൽ ഈ പ്രവൃത്തി മാർഗത്തെ മറുകര പ്രാപിക്കുക. വാളെന്ന് പറഞ്ഞാൽ ഇതിനെ വെട്ടി കളയുക, ഇല്ലാതാക്കുക. അത് നമ്മുടെ മനസ്സുകൊണ്ടുള്ള ആ തീരുമാനം. ഭഗവാനെ സേവിക്കുന്നത് കൊണ്ട് മാത്രമേ ഈ മായാബാധയിൽ നിന്ന് മുക്തനാകാൻ സാധിക്കുകയുള്ളൂ. ദയാ സർവഭൂതേഷു സന്തുഷ്ട്യ ഏന കേനവ സർവേന്ദ്രിയോപശാന്ത്യ ച തുഷ്യത്യാശു ജനാർദ്ദന. അത് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകമാകട്ടോ. സർവഭൂതങ്ങളിലും കാരുണ്യം. അതുപോലെ യാദൃച്ഛികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കിട്ടുന്ന, അങ്ങനെ എല്ലാവരും ഇരിക്കണമെന്നല്ല കേട്ടോ ഇത് പറയുന്നത്. ഭഗവത്ഗീത മുഴുവൻ ഞാനിവിടെ പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞാലത്. കർമ്മമാർഗത്തിൽ ഇരിക്കുന്നത് ഭഗവതി അർപ്പിതാശയ, ഭഗവാനിൽ അർപ്പിച്ച മനസ്സോടുകൂടി ഏത് കർമ്മവും ചെയ്താൽ നമുക്ക് ആ കർമ്മത്തിൽ നിന്ന് ബന്ധനമുണ്ടാകുകയില്ല. അപ്പോൾ എതിർച്ചയാ കിട്ടുന്ന ലാഭം കൊണ്ട് സന്തോഷിക്കുക, സന്തോഷം കൊണ്ട് നമ്മൾ മതിയെന്ന് വെക്കുക. അതുപോലെ സർവേന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ പ്രവേശിപ്പിക്കാതെ മാറ്റി നിൽക്കുക. ആശ്രയിക്കൽ ഭഗവാനോടാക്കുക. അത് ഈ വിഷയങ്ങളോട് ഉള്ള ആ സ്നേഹം ഭഗവാനോട് മാറ്റിയാൽ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. ഈ സിദ്ധാന്തത്തെ അനുസരിച്ച് ഭഗവാനെ ഭജനം ചെയ്യുന്നവരെ ഈ മായാദേവി പിടികൂടുകയില്ല. ഇത് ശരിയല്ല. ഈ മായാദേവിയാണ് നമ്മളെ ഇതെല്ലാം കണ്ണുകൊണ്ട് കാണുന്നതിനെ സ്വന്തമാക്കണമെന്നും ചെവി കൊണ്ട് കേൾക്കുന്നതിനെ അനുഭവിക്കണമെന്നും ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നാക്ക് കൊണ്ട് രുചിക്കണമെന്ന് തോന്നുന്നു, അത് അപഭക്ഷണമാകുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും അതുപോലെ പറയണമെന്ന് തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക. അതൊക്കെ ഒന്ന് അടക്കാനായിട്ട് ഒരു ഇതാണ് ആ ഇന്ദ്രിയങ്ങളെ അടക്കുക എന്ന് പറയുന്നത്. അതിന് നമുക്ക് അങ്ങനെ ചെയ്താൽ അതൊക്കെ ഭഗവാനിലോട്ട് തിരിച്ചാൽ, കണ്ണിന് കാണുന്നതെല്ലാം ഭഗവാന്റെ രൂപങ്ങളായിട്ടും ചെവി കൊണ്ട് കേൾക്കുന്നതിൻ്റെ ഭഗവാന്റെ വാക്കുകൾ, ഭഗവാന്റെ കാര്യങ്ങളായിട്ടും രുചിക്കുന്നതെല്ലാം ഭഗവാന്റെ പ്രസാദമായിട്ടും നാവ് കൊണ്ട് പറയുന്നതെല്ലാം ഭഗവാന്റെ കീർത്തനങ്ങളായിട്ടും തീരുകയാണെങ്കിൽ ഈ ദുഃഖങ്ങൾ കുറേയൊക്കെ നമ്മളെ വിട്ടുപോകും. അതിനെ വേണമെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയും. അതിനെ നമുക്ക് വേണമെങ്കിൽ നിഗ്രഹിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധ്യമാകും എന്ന് ഒരു ഇതും കൂടെ രഘുഗണനോട് പറയുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നും പറയും. അപ്പോൾ രാജോവാച, രാജോവാച അഹോ, ഈ രഘുഗണൻ, അഹോ നൃജന്മാഖില ജന്മശോഭനം കിം ജന്മഭിസ്ത്വപരൈരാപ്യാമുഷ്മിൻ. അവിടെ കുറച്ച് വാക്കുകളുണ്ട്. കിം ജന്മഭിസ്തു അപരൈരാപ്യാമുഷ്മിൻ അപരൈഹി അപി അമുഷ്മിൻ ന യത് ഹൃഷീകേശ യശകൃതാത്മനാം മഹാത്മനാം വഃ പ്രചുരസമാഗമഃ അഹോ നൃജന്മാഖില ജന്മശോഭനം. നൃജന്മാഖില ജന്മശോഭനം ഒന്നിച്ചാൽ, പക്ഷേ നിങ്ങൾക്ക് ജന്മശോഭനം ഒന്ന് വായിക്കാം മാറ്റി. കിം ജന്മഭിസ്തു അപരൈരാപ്യാമുഷ്മിൻ. ആ വാക്ക്, ആ രണ്ടാമത്തെ ലൈൻ ഒന്ന് ശ്രദ്ധിക്കണം. ജന്മഭിഹി തു അപരൈഹി അപി അമുഷ്മിൻ. ഇനി അർത്ഥത്തിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാമേ. ന യത് ഹൃഷീകേശ യശകൃതാത്മനാം മഹാത്മനാം വ പ്രചുരസമാഗമ. ഇപ്പം തന്നെ അത് യത് ഹൃഷീകേശ നാക്കുക, കേശ വന്നിട്ട് കോമ ഇടുക. ഹൃഷീകേശ കോമ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ കേശയ ശകൃതാത്മനാന്ന് വായിക്കും. ന യത് ഹൃഷീകേശ യശകൃതാത്മനാം, കേശ കഴിഞ്ഞ് കോമ ഇടണം. ഈ മനുഷ്യജന്മം എല്ലാ ജന്മങ്ങളിലേക്കും ശ്രേഷ്ഠമാണ്. അഖില ജന്മശോഭനം, ബാക്കിയുള്ള എല്ലാത്തിനെയും വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിലും ആശ്ചര്യം, അഹോ ആശ്ചര്യം. അമുഷ്മിൻ, സ്വർഗത്തിൽ അപരൈ ജന്മഭി, അന്യങ്ങളായ ജന്മങ്ങൾ കൊണ്ട് എന്താണ് ഫലം? കിം ഫലം? എന്തുകൊണ്ടെന്നാൽ ഹൃഷീകേശ യശകൃതാത്മന, ഭഗവാന്റെ യശസ്സിനാൽ വളരെയധികം നിർമ്മലമാക്കപ്പെട്ട അന്ധകരണത്തോട്
മനസ്സോട് കൂടിയ മഹാത്മനാം മഹാത്മാക്കളായ നിങ്ങളുടെ പ്രചുര സമാഗമ എപ്പോഴുമുള്ള കൂടിയതായിട്ട് എപ്പോഴും അധികമായിരിക്കുന്ന സംസർഗം ഭവതി ഭവിക്കുന്നില്ല. ഞങ്ങൾക്കങ്ങനെ കിട്ടുന്നില്ലല്ലോ നിങ്ങളെപ്പോലെയുള്ളവരെ, അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? നമുക്കും അങ്ങനെ കിട്ടുന്നില്ല. വല്ലപ്പോഴും 2 വർഷത്തിൽ ഒരു സപ്താഹവും ഒരു നവാഹവും വരും. അപ്പോൾ അവിടെ ഇരുന്ന് ഗുരുവായിട്ട് ആചാര്യനായിട്ടിരിക്കുന്ന ആളെ വിശദമായിട്ട് പറയും. ഈ സംസ്കൃതത്തിലെ പുസ്തകം ഇങ്ങനെ അറിയാവുന്നവർ നമ്മളിപ്പോൾ വായിക്കുന്ന പോലെ, കിളി വായിക്കുന്ന പോലെ പറഞ്ഞു വെച്ചിരിക്കുന്നത് വായിച്ച് വെക്കും. അവിടെ എന്തെങ്കിലും കിട്ടുന്നത് അദ്ദേഹം വല്ലതും പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിരുന്നാൽ ഈ പറഞ്ഞ പോലെ ആചാര്യന്മാർ നല്ല വിശദമായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അത് കേൾക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് രക്ഷപ്പെടാമെന്നായി പറഞ്ഞതിന് ചുരുക്കം. അപ്പോൾ ഈ സത്സംഗം നമുക്ക് വളരെ കുറവല്ലേ കിട്ടുന്നുള്ളൂ. ആ കിട്ടുന്ന സമയം ഉപയോഗിക്കുക. നഹി അദ്ഭുതം ത്വച്ചരണാബ്ജരേണുഭിർഹതാംഹസോ ഭക്തിരഥോക്ഷജേ മല മഹൂർത്തികാത് യസ്യ സമാഗമാച്ച മേ ദുസ്തർക്കമൂലോപഹതോ വിവേകഃ. നഹി അദ്ഭുതം ത്വച്ചരണാബ്ജരേണുഭിർഹതാംഹസോ ഭക്തിരഥോക്ഷജ അമല മഹൂർത്തികാത് യസ്യ സമാഗമാച്ച ഇമേ ദുസ്തർക്കമൂല അപഗത അവിവേകഃ. അപ്പം ത്വച്ചരണാബ്ജരേണുഭി അങ്ങയുടെ കാലിലെ പൊടികളാൽ ഹതാംഹസ നശിച്ചിരിക്കുന്ന പാപത്തോടു കൂടിയവന് അധോക്ഷജൻ ഭഗവാനിൽ അമലാഭക്തി ശുദ്ധമായ ഭക്തി ഉണ്ടാകുന്നതിൽ നഹി അത്ഭുതം ഒരു ആശ്ചര്യവുമില്ല. യസ്യ യാതൊരുവൻ്റെ മുഹൂർത്ത സമയത്തിലുണ്ട് കുറച്ച് സമയത്തിലുണ്ടായ വളരെ ചെറിയ സമയത്തിലുണ്ടായ ആ സംസർഗം കൊണ്ട് ആ സത്സംഗം കൊണ്ട് അത് കാരണമായിട്ട് ദുസ്തർക്കം നിമിത്തമുണ്ടായ ആ അവിവേക എൻ്റെ വിവേകമില്ലായ്മ ഇപ്പോൾ ഉപഹത തീർന്നിരിക്കുന്നു. അതിനെ ഉപസംഹരിച്ചിരിക്കുന്നു, ഇല്ലാതെ തീർന്നിരിക്കുന്നു. ആ ഉപഹത അതില്ലാതായിരിക്കുന്നു. ഭഗവാനാണെന്ന് തന്നെ ഈ രഘുഗണന് മനസ്സിലായി. നമോ മഹദ്ഭ്യോസ്തു നമ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവടുഭ്യ യേ ബ്രാഹ്മണാഗാമവധൂത ലിംഗ്യാ ചരന്തി തേഭ്യ ശിവമസ്തു രാജ്ഞാം മഹദ്ഭ്യ മഹാന്മാർക്കായിക്കൊണ്ട് നമഃ നമസ്കാരം. ശിശുക്കൾക്കായിക്കൊണ്ട് നമസ്കാരം. യുവാക്കൾക്കായിക്കൊണ്ട് നമഃ. ആവടുഭ്യ ബ്രഹ്മചാരി ആയുള്ളവർ ആയിക്കൊണ്ട് നമസ്കാരം. അവധൂത വേഷത്തോടു കൂടിയവരായിട്ട് ഇങ്ങനെ ബ്രാഹ്മണരായിട്ട് സന്യാസിമാരായിട്ട് അവർക്ക് നമസ്കാരം. യാതൊരു ബ്രാഹ്മണൻ ഗാം ചരന്തി ഈ ഭൂമിയിൽ, ഗാം എന്ന് പറഞ്ഞാൽ ഭൂമി എന്നൊരർത്ഥമുണ്ട്. ഗോവെന്ന് പറഞ്ഞതിനും ഭൂമി എന്നർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തൊന്ന് വന്നതായിരിക്കും, ആ ധാതുവിൽ നിന്ന് വന്ന ഗാം. ചരന്തി ഭൂമിയിൽ സഞ്ചരിക്കുന്നുവോ തേഭ്യ നമ അവർക്കായിക്കൊണ്ട് നമസ്കാരം. രാജ്ഞാം രാജാക്കന്മാർക്ക്, മനസ്സിച്ച് പണ്ട് പറഞ്ഞ രാജാക്കന്മാർക്ക് ശിവം അസ്തു അവർക്ക് ശിവം ശിവം എന്ന് പറഞ്ഞാൽ മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ശ്രീ ശുക ഉവാച ഇത്യേവമുത്തരാമാത സവൈ ബ്രഹ്മർഷി സുതസിന്ധുപതയ ആത്മസ തത്വം വിഗണയത പരാനുഭാവ പരമകാരുണികതയോപദിശ്യ രഘുഗണേന സകരുണം അഭിവന്ദിതചരണ ആപൂർണാർണവ ഇവ നിഭൃത കരണോർമ്യാശയോ ധരണിമിമാം വിചചാര. ഗദ്യമ ഇത്യേവം ഉത്തരാമാത സവൈ ബ്രഹ്മർഷി സുതസിന്ധുപതയ ആത്മസതത്വം വിഗണയതപരാനുഭാവ പരമകാരുണികതയോപദിശ്യ രഘുഗണേന സകരുണമഭിവന്ദിതചരണ ആപൂർണാർണവ ഇവ നിഭൃതകരണോർമ്യാശയോ ധരണിം ഇമാം വിചചാര. ഉത്തരാമാതാവ്, ഉത്തര ആകുന്ന മാതാവോട് കൂടിയവനെ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇപ്പം ഈ ശ്രീശുഖ ഉവാച വന്നപ്പോൾ എവിടുന്ന
ഇത്രയൊക്കെ രഘുഗണനോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രഘുഗണനോട് ഈ കുട്ടി പറഞ്ഞു, അല്ല ജഡഭരതൻ പറഞ്ഞു ജഡഭരതനോട് ഈ രഘുഗണനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നത് അപൂർവമാണ്, അതുകൊണ്ട് അങ്ങേക്ക് ആയിക്കൊണ്ട് നമസ്കാരം. എല്ലാവർക്കുമായിട്ട് ബാല്യക്കാരനും കൗമാരക്കാരനും എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ആ മനുഷ്യൻ്റെ ഓരോ അവസ്ഥയിൽ കൂടി പോകുന്ന എല്ലാ ഇതിലും പറഞ്ഞ് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞതിന് ശേഷം മംഗളം ഭവിക്കട്ടെ അങ്ങേക്ക് എന്ന് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നതിനെന്നൊക്കെ ആ നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശ്രീ ശുക ഉവാച, അത് പരീക്ഷിച്ച രാജാവിനോട് ശുക ബ്രഹ്മർഷി പറയുന്നതാണ്. അല്ലേ ഉത്തര മാതാവ്, അത് ഉത്തരയുടെ മകനായവനെ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. വിഗണയത, ഗണിക്കാതിരുന്ന സിന്ധുപതി, ആ സിന്ധുപതിക്ക് അത് ആ രഘുഗണന് പരാനുഭാവ, ആ പരമമായ മാഹാത്മ്യത്തോടു കൂടിയ ബ്രഹ്മർഷി സുതസ, ബ്രഹ്മർഷിപുത്രനായ അദ്ദേഹം ആത്മസതത്വം, അതാ ഋഷഭരാജാവിൻ്റെ പുത്രനായ ഈ ഭരതൻ മൂന്നാമത്തെ ജന്മത്തിലാണ്. ആ ബ്രഹ്മർഷി സുതസ, ആ ബ്രഹ്മർഷിപുത്രനായ അദ്ദേഹം ആത്മസതത്വം, ആത്മസ്വരൂപത്തെ പരമകാരുണികതയാ, പരമകരുണയുള്ളവനായതിനാൽ ഉപദേശിച്ചിട്ട് രഘുഗണനാൽ സകരുണം ദൈന്യത്തോടു കൂടും വണ്ണം അഭിവന്ദിത ചരണ, നമസ്കരിക്കപ്പെട്ട പാദങ്ങളോട് കൂടിയവനും ആപൂർണാർണവ ഇവ, നിറഞ്ഞിരിക്കുന്ന സമുദ്രം എന്ന പോലെ നിഭൃത കരണോർമ്യാശയ, നിഭൃത കരണോർമി ആശയ, ചലനമില്ലാതിരിക്കുന്ന ഇന്ദ്രിയങ്ങളോടും ഇന്ദ്രിയ പ്രവൃത്തികളോടും മനസ്സോടും, അതിൻ്റെ കൂടെ ഇന്ദ്രിയങ്ങളുടെ കൂടെ ഒന്നും കൂടെ എപ്പോഴും ഉണ്ട്, എന്താണ് മനസ്സ്, അന്ധകരണം, അതിനോടും കൂടിയവനായിട്ട് ഇമാം ധരണി, ഈ ഭൂമിയിൽ, ഈ ഭൂമിയിൽ, ഈ ധരണീം ഈ ഭൂമിയിൽ വിചചാര സഞ്ചരിച്ചു. അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു. ഇനി 2 ശ്ലോകം കൂടെ ഉള്ളൂ, ശ്ലോകമല്ല 2 കൂടെ ഉള്ളൂ, 2 വാക്യങ്ങൾ. സൗവീരപതിരപി സുജന സമവഗത പരമാത്മ സതത്വ ആത്മനി അവിദ്യാധ്യാരോപിതാം ച ദേഹാത്മമതിം വിസസർജ ഏവം ഹി നൃപ ഭഗവത് ആശ്രിതാനുഭാവഃ. സൗവീരപതിരപി സുജനസമവഗത പരമാത്മസതത്വ ആത്മനി അവിദ്യാധ്യാരോപിതാം, ആത്മനി നാക്കുക, എന്നിട്ട് അവിദ്യാധ്യാരോപിതാം ച ദേഹാത്മമതിം, ദേഹം ഞാനാണെന്ന് ആത്മാവാണെന്നുള്ള ബുദ്ധിയെ, ദേഹാത്മമതിം വിസസർജ, അത് വേണ്ടെന്ന് വെച്ചു, വിസസർജ ഏവം ഹി നൃപ ഭഗവദാശ്രിതാനുഭാവ, ഭഗവാനെ ആശ്രയിച്ചവരെ ആശ്രയിക്കുന്നവരുടെ, അതായത് ഭഗവാനെ ആശ്രയിച്ചവരെന്ന് പറഞ്ഞാൽ ഭഗവാനെ എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവരെ എന്ന് വെച്ചാൽ ജ്ഞാനികൾ, ആ മുനിമാർ, സന്യാസിമാർ, ബ്രഹ്മർഷികൾ, അറിവുള്ളവർ, ജ്ഞാനികൾ എന്നൊക്കെ നമുക്ക് പറയാം, സന്യാസിമാരെന്നൊക്കെ പറയാം, ഗുരുക്കന്മാർ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ, ആചാര്യന്മാരെ ആശ്രയിക്കുന്നവർ, അവരെ ചെന്ന് ആശ്രയിക്കണം, എന്നാലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതാണ് സത്സംഗം ശരിക്കുള്ളത്. ആ മഹാത്മ്യം ഏവം ഹി, ഇപ്രകാരമാണ്. എല്ലാ വാക്കുകളും കിട്ടിയല്ലോ. ഇനിയും രാജോവാച 26. യോഹവായിഹ ബഹുവിധ മഹാഭാഗവത ത്വയാഭിഹിത പരോക്ഷേണ വചസ ജീവലോക ഭവാധ്വാ സ ഹി ആര്യമനീഷയ ലോക ഭവാധ്വാ സ ഹി ആര്യമനീഷയ കൽപ്പിത വിഷയോ നാഞ്ജസാ വ്യുത്പന്നലോക സമധിഗമ അഞ്ജസൗ ഉത്പന്ന വിഷയോ അഞ്ജസൗ ഉത്പന്നലോക സമധിഗമ അധ തദേവൈതത് ദുരവഗമം സമവേദാനുകൽപ്പേന നിർദ്ദിശ്യതാം ഇതി. അത്രയേ ഉള്ളത്. നിർദ്ദിശ്യതാം ഇതി. അതുപോലെ ഭാഗവത ഭക്തനായുള്ള ആളെ
ബഹുവിധാ ത്വയ, വളരെയധികം എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അങ്ങയാൽ പരോക്ഷേണ വചസ, നേരെ പറഞ്ഞില്ല, ഈ അടവയെക്കുറിച്ച് ഇങ്ങനെ സംസാര അടവയെക്കുറിച്ച് പറഞ്ഞു. ആ പരോക്ഷമായ വചനങ്ങളിൽ നിന്ന് ജീവലോക ഭവാധ്വ, ജീവലോകത്തിൻ്റെ സംസാര മാർഗമായിട്ട് അഭിഹിത, യാതൊന്ന് പറയപ്പെട്ടുവോ. ബഹുവിധ മഹാഭാഗവത ത്വയാ അഭിഹിത പരോക്ഷേണ വചസ ജീവലോക ഭവാധ്വ, ജീവലോകത്തിൻ്റെ സംസാര മാർഗമായിട്ട് അഭിഹിത പറയപ്പെട്ടുവോ. ഇവിടെ ആര്യമനീഷയ, ആര്യബുദ്ധിയിൽ, ആര്യന്മാരുടെ ബുദ്ധിയിലാണല്ലോ വേദങ്ങളൊക്കെ ഉണ്ടായതാ. കൽപ്പിത വിഷയ, ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളോട് കൂടിയ അത് അഞ്ജസ, എളുപ്പത്തിൽ അഭ്യുത്പന്ന ലോക സമധിഗമ, അഭ്യുത്പന്ന വളരെയധികം ഒന്ന് ഉത്പത്തി, വലിയ നമ്മൾ പറയില്ലേ വളരെ നല്ല ജ്ഞാനമുള്ളവനാണ്, ഉത്പത്തിയുള്ളവനാണ് എന്നൊക്കെ പറയുന്നത്, അത് അറിവുള്ളതെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ സാധാരണ അത്ര പഠിപ്പില്ലാത്തവർ ജനങ്ങൾക്ക് അറിയാൻ തക്കതല്ല. അതുകൊണ്ട് ദുരവഗമം, അറിയാൻ പ്രയാസമുള്ള അതിനെ, ഏവ, ഇതിനെ തന്നെ സമവേദാനുകൽപ്പേന, അത് ശരിയായ രീതിയിൽ ഒരു നിശ്ചിതമായ രീതിയിൽ, ഉചിതമായ രീതിയിൽ ഒന്ന് നിർദ്ദേശിച്ചാൽ ഒന്നുകൂടെ വിശദമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു തന്നാലും, നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഒന്നുകൂടെ പറഞ്ഞു തന്നാലും എന്ന് രാജാവ് ഒന്നുകൂടെ പറഞ്ഞു. രാജാവിന് ഇത് പോരാ, പിന്നെ ഒന്നുകൂടെ ഇച്ചിരിയും കൂടെ കേൾക്കണമെന്നുണ്ട്. അതുകൊണ്ട് രാജാവ് വീണ്ടും പറഞ്ഞു എന്ന് ശുകൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. വായിക്കണം ഒന്നുകൂടെ. യോഹാവായിഹ ബഹുവിധ മഹാഭാഗവത ത്വയാ അഭിഹിത പരോക്ഷേണ വചസ ജീവലോക ഭവാധ്വ ജീവലോക ഭവാധ്വ സാഹി ആര്യമനീഷയ കൽപ്പിത വിഷയോ നാഞ്ജസാ വ്യുത്പന്ന ലോക സമധിഗമ അധ തദൈവേദുരവഗമം സമവേദാനുകൽപ്പേന നിർദ്ദിശ്യതാം ഇതി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ ത്രയോദശോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ.